നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിന്ധു നദീതട സംസ്കാരത്തിലെ 35 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടം. ഉത്തരം BC 3000 മുതൽ 1500 വരെ. 2. സിന്ധു നദിയുടെ സംസ്കാര ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ജോൺ മാർഷൽ. മൂന്നാമത്തെ ചോദ്യം, സിന്ധു നദീതടത്തിൽ നിന്നും ആദ്യമായി കണ്ടെത്തിയ കേന്ദ്രം. ഉത്തരം ഹാരപ്പ. 4. സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയത് ആരാണ്? ദയറാം സാഹ്നി. 5. ദയറാം സാഹ്നി ഹാരപ്പ കണ്ടെത്തിയത് എന്ന്? ഉത്തരം 1921. 6. ഏത് നദിക്കരയിലാണ് ഹാരപ്പ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം രവി. 7. ഹാരപ്പൻ ജനതയുടെ പ്രധാന കച്ചവട കേന്ദ്രം. ഉത്തരം ലോത്തൽ. 8. ലോത്തൽ കണ്ടെത്തിയത് ആര്? ഉത്തരം SR റാവു. 9. ലോത്തൽ കണ്ടെത്തിയത് എന്ന്? ഉത്തരം 1955. 10. മൊസപ്പൊട്ടോമിയുമായി വ്യാപാരബന്ധമുണ്ടായിരുന്ന ഇന്ത്യൻ സംസ്കാരം. ഉത്തരം ഹാരപ്പ. 11. മനുഷ്യനിർമ്മിത തുറമുഖം, നെൽകൃഷി ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങൾ, മുത്തുകൾ നിർമ്മിക്കുന്ന വ്യവസായശാലകൾ എന്നിവ കണ്ടെത്തിയത് എവിടെ? ഉത്തരം ലോത്തൽ. 12. ഹാരപ്പൻ ജനതയുടെ ഒരു പ്രധാന നിർമ്മാണ വസ്തു ഏതായിരുന്നു? ഉത്തരം ഇഷ്ടിക. 13. പുരുഷനെയും സ്ത്രീയെയും ഒന്നിച്ചടക്കിയതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയത് എവിടെ? ഉത്തരം ലോത്തൽ. 14. ഹാരപ്പൻ എഴുത്തുവിദ്യയുടെ പ്രത്യേകത. ഉത്തരം ചിത്രശില്പി. മോഹൻജൊദാരോ കണ്ടെത്തിയത് ആര്? ഉത്തരം RD ബാനർജി. 16. മോഹൻജൊദാരോ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം പാകിസ്ഥാനിലെ ലാർക്കാന ജില്ലയിൽ. 17. മഹാസ്നാനഘട്ടം കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ഉത്തരം മോഹൻജൊദാരോ. ഏത് നദിക്കരയിലാണ് മോഹൻജൊദാരോ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സിന്ധു നദി. 19. മോഹൻജൊദാരോ എന്ന വാക്കിൻ്റെ അർത്ഥം. ഉത്തരം മരിച്ചവരുടെ കുന്ന്. ഹാരപ്പ മോഹൻജൊദാരോ പ്രദേശങ്ങൾ തമ്മിലുള്ള ദൂരം. ഉത്തരം 483 കിലോമീറ്റർ. 21. പശുപതി മഹാദേവൻ്റെ രൂപം കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ഉത്തരം മോഹൻജൊദാരോ. 22. കാലിബംഗൻ കണ്ടെത്തിയതാര്? ഉത്തരം A ഘോഷ്. 23. കാലിബംഗൻ എന്ന വാക്കിന് അർത്ഥം കറുത്ത വളകൾ. 24. ധോളവീര കണ്ടെത്തിയത് ആര്? ഉത്തരം RS ദീക്ഷിത്. 25. ഇന്ത്യയിൽ ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമുള്ള സംസ്കാരം. ഉത്തരം കാമ്പട്ട് സംസ്കാരം. 26. മെലൂഹ എന്നറിയപ്പെടുന്ന സംസ്കാരം. ഉത്തരം സിന്ധു നദീതട സംസ്കാരം. പട്ടി മാനിനെ വേട്ടയാടുന്ന രൂപം കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ഉത്തരം ഹാരപ്പ. 28. ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന് ഭരണകൂടത്തിൻ്റെ പ്രോത്സാഹനം നൽകിയ വൈസ്രോയി. ഉത്തരം കഴ്സൺ പ്രഭു. 29. സിന്ധു നദീതട നിവാസികൾ തുടക്കം കുറിച്ച കൃഷി. ഉത്തരം പരുത്തി കൃഷി. 30. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന മൃഗം. ഉത്തരം കുതിര. 31. സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന സ്ത്രീദൈവം. ഉത്തരം മാതൃദേവത. 32. സിന്ധു നദിയുടെ നിവാസികൾ ആരാധിച്ചിരുന്ന പുരുഷദൈവം. ഉത്തരം പശുപതി. 33. സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന മൃഗം. ഉത്തരം കാള. സിന്ധു നദീതട സംസ്കാരത്തിലെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ബെൻവാലി ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഹരിയാന. അവസാനത്തെ ചോദ്യം, സിന്ധു നദീതട നിവാസികളുടെ മുഖ്യ ഭക്ഷണധാന്യം. ഉത്തരം ഗോതമ്പ്.